യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ കൊട്ടാരക്കര എസ്ഐക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ട് കോടതി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ സംഘം ചേർന്ന് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ എസ്ഐക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ട് കോടതി. അവശനിലയിലായ യുവാവ് നിലവിൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പള്ളിക്കൽ സ്വദേശിയും ഇഞ്ചക്കാട് ബാർ ഹോട്ടലിലെ ജീവനക്കാരനുമായ ഹരീഷിനാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം കുഞ്ഞിനെ ആശുപത്രിയിൽ കാണിക്കാൻ ഭാര്യയോടൊപ്പം കാറിൽ പോകവെ എതിർദിശയിൽ വന്ന കാറിന് സൈഡ് കൊടുത്തില്ലെന്ന് പറഞ്ഞ് കാർ ഓടിച്ചിരുന്നയാളുമായി തർക്കമുണ്ടായി. ഇയാൾ കൊട്ടാരക്കര സ്റ്റേഷനിലെ പോലീസുകാരനായിരുന്നു. കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം പണം സംഘടിപ്പിക്കാനായി രാത്രി 9 മണിയോടെ ഹരീഷ് ബാർ ഹോട്ടലിലെത്തി. ഈ സമയം സ്വകാര്യ വാഹനത്തിലെത്തിയ 4 അംഗ പോലീസ് സംഘം ഹരീഷിനെ പിടികൂടി കാറിലിട്ട് മർദ്ദനം തുടങ്ങി. പല സ്ഥലങ്ങളിലൂടെ കാർ ഓടിച്ച് മർദ്ദനം തുടരുകയും പുലർച്ചെ 2ഓടെ സ്റ്റേഷനിലെത്തിക്കുകയും ചെയ്തു. സ്റ്റേഷനിൽ മേശയിൽ കമഴ്ത്തിക്കിടത്തി ഇലക്ട്രിക് ലാത്തി കൊണ്ട് ക്രൂരമായി അടിച്ചതായും കൈകൊണ്ടിടിച്ചതായും ഹരീഷ് ആരോപിക്കുന്നു. ഹരീഷിന്റെ ശരീരമാസകലം അടികൊണ്ട പാടും പൊട്ടലുമുണ്ട്. കോടതിയിൽ ഹാജരാക്കിയപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ജഡ്ജി ഹരീഷിനെ ചേംബറിലേക്ക് വിളിപ്പിച്ച് കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞു. സംഭവങ്ങൾ മനസ്സിലാക്കിയ ജഡ്ജി ഹരീഷിന് ജാമ്യം അനുവദിക്കുകയും വിദഗ്ധ ചികിത്സയ്ക്ക് നിർദ്ദേശിക്കുകയും ചെയ്തു. കൂടാതെ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ എസ്ഐക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. DGPക്കും മനുഷ്യാവകാശ കമ്മീഷനും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും പരാതികൾ നൽകാനൊരുങ്ങുകയാണ് ഹരീഷും കുടുംബവും.